മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിൽ വിള്ളൽ എന്ന വാർത്ത. ബാരാമതിയിൽ കാലുവാരിയെന്ന അജിത് പവാർ വിഭാഗം നേതാവ് അമോൽ മിത്കരി ആരോപിക്കുന്നു. ഇനി എന്തു വേണമെന്ന് പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും NCP അജിത് പവാർ വിഭാഗം വ്യക്തമാക്കി. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കവറേജിൻ്റെ ക്ഷീണമൊക്കെ മാറിയോ? ഗുഡ് മോർണിംഗ് SK. തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണം മാറാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ഇനി അങ്ങോട്ടും വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇന്നിപ്പോൾ നിരവധി ചർച്ചകൾ മുംബൈയിൽ പലയിടങ്ങളിലായി നടക്കുന്നു. NCP അജിത് പവാർ വിഭാഗം അടിയന്തരമായി ഒരു യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി രാവിലെ അജിത് പവാറിൻ്റെ വസതിയിലെത്തി പാർട്ടിയിലെ ചില പ്രധാനപ്പെട്ട നേതാക്കളോട് എത്തിച്ചേരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ അനൗദ്യോഗികമായ ഒരു ചർച്ച നടക്കുന്നു. വൈകിട്ട് എല്ലാ MLA-മാരെയും വിളിച്ചുകൂട്ടി അദ്ദേഹം ചർച്ച നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടായത്, അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് നൽകുകയും ചെയ്യും. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയാകണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ധാരണ ഒരുപക്ഷെ ഇതിലുണ്ടായേക്കും. ഒരുപക്ഷെ NDAയിൽ നിന്ന് അജിത് പവാർ വിട്ടുപോയാൽ പോലും അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ വക്താവ് തന്നെ ബാരാമതിയിൽ ഉണ്ടായ തോൽവി, അജിത് പവാറിൻ്റെ ഭാര്യയ്ക്കുണ്ടായ വലിയ തോൽവി, അത് മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായ കാലുവാരൽ കൊണ്ടാണെന്ന് പരസ്യമായി പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മറ്റിടങ്ങളിലും അതേ പരിഭവം അവർക്കുണ്ട്. നേരത്തെ സീറ്റ് വിഭജനത്തിൻ്റെ സമയത്ത് പോലും അജിത് പവാറിന് കുറച്ച് സീറ്റുകൾ മാത്രം കിട്ടിയതിൽ വലിയ അതിർത്തി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്ന് പലതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തിയപ്പോൾ പോലും മുംബൈയിൽ മാത്രമാണ് അദ്ദേഹം ഒപ്പം വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ അതൃപ്തി പരസ്യമാക്കിയതാണ്. അതുകൊണ്ട് ഈ ദയനീയ തോൽവിക്ക് പിന്നാലെ അജിത് പവാർ വിഭാഗം ഒരുപക്ഷെ മുന്നണിയുമായി കൂടുതൽ അകലാനുള്ള എല്ലാ സാധ്യതകളും ഇങ്ങനെ തെളിയുകയാണ്. ഒപ്പം തന്നെ ശരത് പവാർ വിഭാഗം അജിത് പവാറിനെ ഒപ്പമെത്തിക്കാനുള്ള നീക്കവും നടത്തിയേക്കും. ഇന്ന് ശരത് പവാർ വിഭാഗത്തിൻ്റെ യോഗവുമുണ്ട് 2 മണിക്ക്. സുപ്രിയ സുലെ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. BJPയുടെയും കോൺഗ്രസിൻ്റെയും യോഗങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകാനുള്ള സാധ്യതകൾ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇനി പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉരുത്തിരിയാനുള്ള വഴി തെളിയുകയാണ്. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വന്നത്.